മലയാളം പ്രമുഖ ഗൾഫ് വ്യവസായിയും ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ഉടമയുമായ ഡോക്ടർ കെ.ടി. മുഹമ്മദ് റബീഉള്ളയെ കാണാനില്ലെന്ന പരാതി ഉയർന്നിട്ട് കുറച്ചുനാളായി. ഈ തിരോധാനത്തിന് പിന്നിൽ ആരാണ് എന്ന് വ്യക്തമല്ല. ബിസിനസിലെ ആഭ്യന്തര പ്രശ്നവുമായി ബന്ധപ്പെട്ട് വീട്ടുതടങ്കലിലാണ് റബീഉള്ള എന്നാണ് സൂചന. മലപ്പുറം വെസ്റ്റ് കോഡൂർ സ്വദേശിയാണ് ഡോക്ടർ കെ.ടി. റബീഉള്ള. ഭാര്യയും 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അടങ്ങുന്നതാണ് കുടുംബം. ഗൾഫിൽ സാധാരണ ക്ലിനിക്കിൽ നിന്ന് തുടങ്ങി കാലക്രമേണ വലിയ മെഡിക്കൽ സാമ്രാജ്യം പടുത്തുയർത്തിയ വ്യക്തിയാണ് റബീഉള്ള. റബീഉള്ളയുടെ തിരോധാനത്തിൽ സർക്കാർ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് സജീവമാകുന്നത്. അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമമുണ്ടെന്ന വാദവും സജീവമാണ്. 9 മാസമായി റബീഉള്ളയെ ഗൾഫ് രാജ്യങ്ങളിലൊന്നും കാണുന്നില്ല. എല്ലാ രാജ്യത്തെയും എൻട്രി വിസ കാലാവധി കഴിഞ്ഞിരുന്നു. ഇതിനൊക്കെ കാരണക്കാർ അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കളാണെന്ന വാദം സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുന്നു. നവംബറിൽ മകന്റെ 10ാം പിറന്നാൾ ആഘോഷം ജിദ്ദയിലെ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് റബീഉള്ള നടത്തിയിരുന്നു. അന്ന് രാത്രി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. കോഴിക്കോട് കരിപ്പൂരിലായിരുന്നു വിമാനമിറങ്ങിയത്. അന്ന് ക്ഷീണിതനായ റബീഉള്ള വീട്ടിലെത്തി ഉറങ്ങി. പുലർച്ചെ അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കളെത്തി. ആരുമറിയാതെ അദ്ദേഹത്തെ ക്ലോറോഫോം മണപ്പിച്ച് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയതായി സൂചന ലഭിച്ചതായി അടുത്ത സുഹൃത്ത് പറയുന്നു. ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ബന്ധുക്കളുടെ കർശനമായ നിർദ്ദേശപ്രകാരം അപ്രസോളം എന്ന ശക്തിയേറിയ സെഡറ്റീവ് ഇഞ്ചക്ട് ചെയ്ത് മയക്കി. ഏകദേശം 6 മാസം അദ്ദേഹത്തെ ഇങ്ങനെ മയക്കി കിടത്തി. ഇനിയും ഇങ്ങനെ ചെയ്താൽ അദ്ദേഹം ജീവനോടെ ഉണ്ടാകില്ലെന്ന് ഹോസ്പിറ്റൽ അധികൃതർ ബന്ധുക്കളെ അറിയിക്കുകയുണ്ടായി. മെയ് മാസം റബീഉള്ളയെ കേരളത്തിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കോഡൂരിലെ വസതിയിൽ ആരുമറിയാതെ ബന്ധുക്കൾ തന്നെ അപ്രസോളം സെഡറ്റീവ് കൊടുത്തു മയക്കി. ഇതൊരു സ്ലോ പോയിസൺ സെഡറ്റീവാണെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. സൌദി അറേബ്യയിലുള്ള പല ഹോസ്പിറ്റലുകളും ഇങ്ങനെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പിടിച്ചെടുത്തു. ഖത്തറിലും കുവൈത്തിലുമുള്ള ഹോസ്പിറ്റലുകൾക്ക് പുതിയ ചെയർമാൻമാരുമെത്തി. കോടിക്കണക്കിന് ദിർഹത്തിന്റെ കരാറുകൾ പിൻവലിച്ചു. റബീഉള്ളയ്ക്കുണ്ടായിരുന്ന റോൾസ് റോയ്സ് കാറുകൾ വിറ്റു. അദ്ദേഹം ദത്തെടുത്ത ഗ്രാമത്തിലെ കുടുംബങ്ങൾക്ക് മാസാമാസം അയച്ചുകൊടുക്കുന്ന സഹായങ്ങൾ നിന്നുവെന്നും സുഹൃത്തുക്കൾ പറയുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രമുഖ മെഡിക്കൽ ഗ്രൂപ്പ് സ്ഥാപനമായ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് ഇപ്പോൾ കെ.ടി. റബീഉള്ള. സൌദി അറേബ്യ, ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ 20 ഹെൽത്ത് കെയർ യൂണിറ്റുകൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, ഫാർമസികൾ റബീഉള്ളയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബിസിനസിൽ വളർച്ചയുണ്ടായിരുന്നുവെങ്കിലും അതിനൊപ്പം തന്നെ ശത്രുക്കളും റബീഉള്ളയ്ക്ക് വർദ്ധിച്ചു വരികയായിരുന്നു. സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയായിരുന്നു റബീഉള്ളയ്ക്ക് ഏറെ ശത്രുക്കളുണ്ടായിരുന്നത്. ഏതായാലും റബീഉള്ളയുടെ തിരോധാനത്തിൽ സർക്കാർ അന്വേഷണം നടത്തണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. റബീഉള്ള എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു വിവരവുമില്ല. മറുനാടൻ മലയാളിയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.